എന്നും എഴുന്നേൽക്കുന്നതിനെക്കാട്ടിലും ഒരരമണിക്കൂർ മുമ്പെയാണ് ഞാനിന്ന് എഴുന്നേറ്റത്. മോനിക്കുട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചേ. കാരണം എന്താ വെച്ചാലേ ഇന്നലെ ഹോംവർക്ക് ചെയ്ത് തീർത്തിട്ടില്ലായിരുന്നു. 2 ചോദ്യങ്ങളും കൂടി ബാക്കി കിടപ്പുണ്ടായിരുന്നു. അതിന് ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ച് എഴുതി കൊടുക്കണമായിരുന്നു. അപ്പോൾ അതവിടെ ഇരുന്ന് മോനിക്കുട്ടനെ കൊണ്ട് എഴുതിച്ചെടുക്കാൻ എനിക്ക് സമയം തികയത്തില്ല. അതുകൊണ്ട് ഞാനൊരു റഫ് ബുക്കിലോട്ട് എഴുതി കൊടുത്തു. നോട്ട് ബുക്കിലോട്ട് നോക്കി എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പതിയെ നമ്മുടെ അങ്കത്തട്ടിലോട്ട് കയറി കുറച്ച് അവൽ നനച്ച് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുറേ പൂവമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്തി കളയണ്ടെന്ന് വിചാരിച്ചു. വെറുതെ എടുത്ത് കഴിച്ച് തീർക്കത്തില്ല. അവൽ നനച്ചതിനകത്തോട്ട് ഇത് അരിഞ്ഞ് ചേർത്തിട്ടൊക്കെ വെച്ചാൽ എളുപ്പം അങ്ങ് തീർന്നോളും. പിന്നെ ഒരു കപ്പയും കുറച്ച് ചേമ്പും ഒക്കെ എടുക്കുന്നുണ്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട്. ഇന്നലെ നമ്മൾ 2 കപ്പ മേടിച്ചിട്ട് വന്ന് ഒന്ന് നമ്മൾ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം രാവിലത്തേക്ക് പുഴുങ്ങാൻ വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ചതാണ്. മോനുകുട്ടനും ഇഷ്ടമാണ്, അമ്മമ്മയ്ക്കും കപ്പ പുഴുങ്ങുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 2-3 ചേമ്പൊക്കെ ഇട്ടാൽ എനിക്കും ഇഷ്ടമാണല്ലോ. എനിക്ക് ഈ ചേമ്പ് പുഴുങ്ങിയതിനോടൊക്കെ ഇത്രയും കൊതി തോന്നാൻ കാരണം മോനുകുട്ടൻ തന്നെയാണ്. അവനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്താണ് ഇത് തിന്നാലും തിന്നാലും കൊതി തീരാതെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലത്തേക്ക് കഴിക്കാൻ മോനുകുട്ടൻ അവലും പഴവും എടുത്തിട്ട് പോയി ചായയും കുടിച്ചു. ഉച്ചക്കലത്തേക്ക് പുഴുക്കും മുളക് ചമ്മന്തിയും കൊടുത്തു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് റെഡിയായപ്പോഴത്തേക്ക് പാത്രത്തിലോട്ട് ചമ്മന്തിയും പുഴുക്കും വേറെ വേറെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ ചോറുണ്ട്, വേണമെങ്കിൽ ചോറ് വാങ്ങിച്ച് കൂട്ടത്തിൽ കഴിക്കാം, അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ മതിയല്ലോ. ഞാൻ എനിക്കുള്ളത് വിളമ്പി വെച്ചതാട്ടോ. 2-3 സ്പൂൺ അവലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുളകൊക്കെ തിന്നുമ്പോൾ വയറ് കാളിയാലോ, ഒരാശ്വാസത്തിന് അതും കൂടി ഇരിക്കട്ടെ.